നമസ്കാരം. ആലപ്പുഴ ജില്ലയിലാണ് ഞങ്ങൾ ഇന്ന്. ഇത് ആലപ്പുഴ നഗരസഭാ കാര്യാലയം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം വരെ മാലിന്യ സംസ്കരണം വലിയ തലവേദനയായിരുന്നു. പക്ഷേ ഇപ്പോൾ നഗരസഭ നടപ്പാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതി മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളും മാതൃകയാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് പദ്ധതി നടപ്പാക്കിയത് എന്ന് അറിയാം. മാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മേഴ്സി ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി മാതൃകയാവുന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പാക്കിയത്? കേന്ദ്രീകൃത മാലിന്യ സംസ്കരണമായിരുന്നു. ഇപ്പോൾ വിളപ്പൻശാലയിൽ മാലിന്യ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ സമരക്കാർ അവരുടെ നേതൃത്വം വഹിച്ച നേതാക്കന്മാർ നമ്മുടെ സർവോദയപുരത്തായിരുന്നു ഞങ്ങളുടെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം. അവർ വന്ന ആ പ്രദേശത്തുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് ആലപ്പുഴ നഗരത്തിലെ മാലിന്യം പഞ്ചായത്തിൽ കയറാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ 12 ഏക്കർ സ്ഥലമുണ്ട്. അവരവിടെ വന്ന് സമരം ചെയ്യുകയും ഞങ്ങളുടെ വണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചയക്കുകയും ചെയ്ത് നമ്മുടെ ഗേറ്റും ഒക്കെ ലോക്ക് ചെയ്ത അവസരത്തിൽ ഡെയിലി ഒരു 35 ടൺ മാലിന്യം നമ്മൾ പല പോയിന്റുകളിലായിട്ട് ഇടുമായിരുന്നു. പോയിന്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു 5-8-10 ട്രിപ്പ് നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ നമ്മളിത് അതങ്ങനെ പൂട്ടിപ്പോയപ്പോൾ നമുക്ക് ആകെ ആശങ്കയായിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ. ഇപ്പോഴാണ് നമ്മുടെ ബഹുമാന്യനായ തോമസ് ഐസക് MLA ഒരു തുമ്പൂർ മൊഴിയിൽ മോഡൽ അവിടെ ചെന്ന് അവർ ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്നത് എങ്ങനെയാണെന്ന് സാറ് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ കുറച്ച് ജീവനക്കാർ ഹെൽത്ത് ജീവനക്കാരെ വിളിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് 12 വാർഡ് മോഡലായിട്ട് എടുത്തു. ഉറവിട മാലിന്യ സംസ്കരണം ബയോഗ്യാസും പൈപ്പ് കമ്പോസ്റ്റും ഒക്കെ വെച്ച് ബോധവൽക്കരണം നടത്തി, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം നടത്തി. അങ്ങനെ വന്നപ്പോൾ ആ 12 വാർഡുകളിലും നമുക്ക് വൻപിച്ച വിജയം നേടാൻ സാധിച്ചു. ജലാശയങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ ആലപ്പുഴ നഗരത്തിൽ ജല ടൂറിസം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത് എത്രത്തോളം നഗരസഭയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നറിയാനാണ് ഞങ്ങളുടെ ഈ യാത്ര. മലിനമായി കിടക്കുന്നതാണോ അതോ എങ്ങനെയാണ് ഇത്രയധികം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെ കാലം തൊട്ട് ഒരു വശത്ത് മുനിസിപ്പാലിറ്റി കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അവർ തന്നെ ലൈസൻസ് കൊടുക്കുന്ന ഈ വഴിയോര കടക്കാരും പച്ചക്കറി കടക്കാരും ഈ വെച്ചുപാണികക്കാരുമാണ് ഇത് മെയിനായിട്ടും വൃത്തികേടാക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കടകളൊക്കെ തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് പുറകുവശത്ത് വാതിലൊന്നും അനുവദിച്ചിട്ടില്ല. പക്ഷേ അവരത് ചെയ്തിട്ട് അവർ അതിൻ്റെ വേസ്റ്റ് മുഴുവൻ ഇതിനകത്തോട്ടിടുക. അപ്പോൾ അവർക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ടി വരുന്നില്ല. ഇത് നഗരസഭയിലെ ആൾക്കാർക്കും അറിയാം. പക്ഷേ അത് അവരുടെ യൂണിയൻകാരുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇടപെടലുകളൊക്കെ ഉള്ളതുകൊണ്ട്, അവർക്ക് ശക്തമായ യൂണിയനുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവരെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അവർ കണ്ണടയ്ക്കും. പക്ഷേ ഇപ്പം നഗരസഭയ്ക്ക് ബൃഹത്തായ പദ്ധതി ഉണ്ടല്ലോ, മാലിന്യ സംസ്കരണം. കോടികളാണ് ഇതിനു വേണ്ടി മുടക്കുന്നത്. പക്ഷേ ഇവിടെ ഈ നഗരസഭകളിലെന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിക്കാനായിട്ട് 1-2-3 സ്ഥലങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഇതും കൊണ്ട് മെനക്കെട്ടൊന്നും പോകത്തൊന്നുമില്ല. അവർ ബൈക്കിലും അതുപോലൊക്കെ കൊണ്ടുവന്ന് മറ്റുള്ളവർ കാണാതെ വഴിയിലിട്ടേക്ക് പോകും. പിന്നെ കടക്കാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കൊണ്ടുവിടേണ്ട കാര്യമില്ലല്ലോ.
അവർക്ക് ഇതുപോലെ കുറേ കനാലുള്ളപ്പോഴത്തേക്ക് സൗകര്യമല്ലേ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയും വൃത്തികേടാകുന്നത്. മെയിനായിട്ടും അത് തന്നെയാണ് സംഭവം. എല്ലാ കനാലുകളിലും എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഈ കൊമേഴ്സ്യൽ കനാലും വാടകനാലുമാണ് ഇത്രയും മലിനീകരണത്തിന് വിധേയമാകുന്നത്. ഇപ്പോൾ മാടം തന്നെ കണ്ടല്ലോ, ഈ സൈഡിലൊക്കെ കംപ്ലീറ്റ് ക്യാരി ബാഗുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. ആ നാട്ടുകാരിൽ ഒരു വിഭാഗത്തിനും അതിനകത്ത് പങ്കുണ്ട്. കാരണം ഇത് എല്ലാവരും കൂടെ വിചാരിച്ചാൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പോലീസുകാരൊന്നും മാത്രം വിചാരിച്ചാൽ നടക്കില്ല. എല്ലാവരും ഇപ്പോൾ ഇതിനകത്തൊരു തർക്കമുള്ളതെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഈ ആലപ്പുഴ പട്ടണം ഈ ടൂറിസം വളരത്തുള്ളൂ. അല്ലാതെ ഈ ടൂറിസം വളരണമെങ്കിൽ ഇവിടുത്തെ മാലിന്യം മുക്തമായിരിക്കണം. ഈ കനാലായിരിക്കണം ഏറ്റവും ആദ്യം ക്ലീൻ ആക്കേണ്ടതായിരിക്കും. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കോഴിക്കടക്കാരും മാട് കച്ചവടക്കാരും ഇവിടുത്തെ കച്ചവടക്കാരും സകല മാലിന്യങ്ങളും ഇവിടുത്തെ ഹോട്ടലുകളുടെ മാലിന്യം കൂടെ ഈ കനാലുകളിലാണ് തള്ളുന്നത്. അത് എത്രയും പെട്ടെന്ന് ഇറിഗേഷൻ വകുപ്പും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയും നല്ല നടപടിയെടുത്തില്ലെങ്കിൽ ഈ കനാലുകൾ നശിക്കും. കനാലുകളാണ് ആലപ്പുഴ നഗരസഭയുടെ പരിധിയിലുള്ളത്. പക്ഷേ എല്ലാ കനാലുകളുടെയും രണ്ട് വശത്തും മാലിന്യം ഇങ്ങനെ കുന്നുകൂടിയിരിക്കുകയാണ്. നഗരം മാലിന്യമുക്തമാണ് എന്ന് പറയുമ്പോഴാണ് ഈ വൈരുദ്ധ്യം. ജില്ലാ പഞ്ചായത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ത്രീ സൗഹൃദ കേന്ദ്രം. ജെൻഡർ പാർക്ക് എന്ന പേരിൽ തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന പദ്ധതി ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഈ അടുത്ത കാലത്താണ് ഉദ്ഘാടനം ചെയ്തത്. ഇതിന് വാങ്ങിയ സ്ഥലത്തെ ചൊല്ലിയായിരുന്നു വിവാദം. സ്ഥലത്തിന് വില കൂട്ടി നൽകി എന്നായിരുന്നു ആരോപണം ഉന്നയിച്ചത് ഭരണമുന്നണിയിലെ ചിലർ തന്നെയാണ്. CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ CPI-യുടെ വൈസ് പ്രസിഡന്റാണ് ആരോപണം ഉന്നയിച്ചത്. മലനാടുണരുകയായി അരിവാളുയരുകയായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിഭ ഹരിയെ അന്വേഷിച്ച് ഞങ്ങൾ എത്തിയത് ഈ ചടങ്ങിലാണ്. കുടുംബശ്രീ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇത്. അരിവാളിന്റെ വായ്ത്തലരാകീണല്ലോ ദൂരത്തൊരു ചെറ്റമാടത്തിലായി അരിവാളിന്റെ വായ്ത്തലരാകീണല്ലോ മലനാടുണരുകയായി അരിവാളുയരുകയായി. ഞങ്ങൾ ശരിക്കും ഈ ജെൻഡർ പാർക്കിനെ കുറിച്ചുള്ള വിവാദങ്ങളെ കുറിച്ച് അറിയാനാണ് വന്നത്. അപ്പോഴാണ് പാട്ട് പാടുന്നതായിട്ട് കണ്ടത്. ഒരു കലാകാരി കൂടിയാണ് അല്ലേ? എല്ലാം വേണമല്ലോ. അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നവരെല്ലാം ആയിരിക്കണം. കല ഉണ്ടാവണം, സാഹിത്യം ഉണ്ടാവണം, ഭരണത്തെപ്പറ്റി ധാരണ ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. സ്ത്രീകൾ അധികാരത്തിൽ വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജെൻഡർ പാർക്കിനെ സംബന്ധിച്ച് വിവാദങ്ങളല്ലല്ലോ. പിന്നെ ജെൻഡർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു യാഥാർത്ഥ്യമല്ലേ, അഭിമാനകരമായ യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പക്ഷേ അത് സംബന്ധിച്ച് നേരത്തെ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അത് ആരോപണമല്ലല്ലോ. ഈ പദ്ധതി നടക്കുമ്പോൾ നടപടിക്രമങ്ങളിൽ എന്തൊക്കെയോ ന്യൂനതയുണ്ടെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. അത് മാത്രമായിരുന്നു. അതൊന്നും ഒരു എന്താ പറയണ്ടേ, ഒരു വലിയ പദ്ധതിയാണ്. നടപടിക്രമങ്ങളിലെ ന്യൂനതയോ മറ്റു കാര്യങ്ങളോ അല്ലാതെ ഏറ്റെടുത്ത ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി. അദ്ദേഹം നടത്തിയൊരു ധീരമായ നടപടിയാണ്. അദ്ദേഹം കാരണമാണ് എനിക്കും അത് ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞത് വലിയ രൂപത്തിൽ. പക്ഷേ കേരളത്തിലല്ല, ഏഷ്യയിലെ തന്നെ അഭിമാനകരമായ പദ്ധതിയായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റേതായ ചില സ്ട്രെയിനും ചില ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഞാൻ ഇനാഗുറേഷൻ തന്നെ പറഞ്ഞായിരുന്നു, അത്ര സ്ട്രെയിനിലൂടെ മാത്രം നമുക്ക് എല്ലാം ഈസി വേയിലൂടെ പോവുകയാണെങ്കിൽ ജീവിച്ച് മരിക്കാമെന്നുള്ളതേ ഉള്ളൂ. സ്ട്രെയിൻ ഏറ്റെടുക്കണം. അങ്ങനെ സ്ട്രെയിൻ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിൽ മറ്റൊരാൾക്കും കാണിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു കാര്യം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ വിവാദം എന്നുള്ളതൊക്കെ
വെറും പെരിഫറലായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, ഒന്നുമില്ല. യാഥാർത്ഥ്യമാണ്. സമിതിയിൽ നിന്ന് തന്നെ ഇത്തരം ന്യൂനതകൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിനെങ്ങനെയാണ് മറികടന്നത്? അതിൽ ഇപ്പം വിമർശനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളും വിമർശനങ്ങൾ വരാം. വിമർശനങ്ങളെ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം, എന്താണ് നമ്മൾ ചെയ്തതെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ പ്രൂവ് ചെയ്ത് പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിച്ചതോടുകൂടി തന്നെ ബാക്കിയെല്ലാം പ്രസക്തമായിപ്പോയി. എന്താണതെന്ന് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട വ്യവസായം കയറാണ്. പക്ഷേ നല്ലൊരു ശതമാനം കയർ വ്യവസായ സഹകരണ സംഘങ്ങളും പ്രതിസന്ധിയിലാണ്. ഉൽപാദന ചെലവിനനുസരിച്ചുള്ള വരുമാനമില്ലാത്തതാണ് ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കിയത്. ഇവയെ നിലനിർത്തുവാനായി തദ്ദേശ സ്ഥാപനങ്ങളടക്കം ആവിഷ്കരിച്ച പദ്ധതികളൊന്നും വേണ്ടത്ര ഫലപ്രദമാവുന്നുമില്ല. സഹകരണ സംഘങ്ങൾ ഇങ്ങനെ അടച്ചുപൂട്ടി എന്നൊരു സ്ഥിതി ഉണ്ടായോ? ചൈരിക്കൊക്കെ ഭയങ്കര ഇങ്ങോട്ട് പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചൈരി ഇങ്ങോട്ട് വില കുറച്ചാണ് കയറ്റി വന്നത്. അപ്പം നമുക്കിവിടെ അതും നമ്മുടെ സാധനം വില കൂട്ടിയല്ലേ പോണത്. അത് കാരണം നമുക്ക് അതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ചകിരി കിട്ടാനില്ല. ചകിരി കിട്ടാനില്ലാത്തത് കൊണ്ടാണ് കുറേ നാൾ പണി ഇല്ലാതിരുന്നത്. ഞങ്ങൾ വരുമാനം കിട്ടുന്നു. നമുക്ക് അതുകൊണ്ട് നല്ലൊരു, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പട്ടിണിയായി പോകും ഈ ഇതില്ലെങ്കിൽ തന്നെ. ഇപ്പോൾ ഞങ്ങളിവിടെ മിഷനില്ല, ഇവിടെ 12 മിഷനാണ്, 14 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 6 മിഷനാണ് ഇപ്പോൾ തന്നെ. അതും വേറൊരു ആളുടെ മെഷീൻ എടുത്താണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. അത് ഒരാഴ്ച ഞങ്ങൾക്ക് ഷിഫ്റ്റായിട്ടാണ്. ഒരാഴ്ച ഞങ്ങളാണെങ്കിൽ വേറെ 6 പേര് അടുത്ത ആഴ്ച, അങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചകിരി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ഇപ്പം ചകിരി തമിഴ്നാട്ടിൽ നിന്നാണ്. ഇപ്പം ഞങ്ങൾ വേറെ എവിടുന്ന ശമ്പളം നമ്മൾ ചകിരി ഇപ്പോൾ ഇങ്ങോട്ട് ഇറക്കണത്. മണപ്പുറം ഷാജി എന്ന് പറഞ്ഞ ഒരാളെ തൊഴിലാളി ഇപ്പോൾ തന്നിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? കൂലിയൊക്കെ കുറവാണ് ഞങ്ങൾക്കിപ്പോൾ. എങ്ങനെ ജീവിക്കാനുള്ളൊരു വരുമാനം ഉണ്ടോ? രാവിലെ മുതൽ വരികയാണെങ്കിൽ ഒരു 10-400 രൂപയുടെ ഒക്കെ പണി. രാവിലെ വരികയാണെങ്കിൽ ഒരു 7 മണി വരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നടക്കില്ല. 300 രൂപയിൽ കൂലി പണിയാൻ പറ്റിയാലല്ലാതെ. നിങ്ങളൊക്കെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ ഉള്ള ആൾക്കാർ. നിങ്ങൾക്ക് വേണ്ട സഹായം വല്ലത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടോ? വീടൊക്കെ വെച്ചവരാണോ നിങ്ങളൊക്കെ? സ്വന്തം പണി പൂർത്തിയാകാത്തവരുണ്ട്, തീർന്നവരുണ്ട്. പഞ്ചായത്തിൽ നിന്ന് വല്ല പഞ്ചായത്തിൽ നിന്നൊന്നും കിട്ടിയല്ല.
പാസ്സായപ്പോൾ നല്ല രീതിയിലാണോ പോകുന്നത്? പ്രതിസന്ധിയായിരുന്നു, സമരമൊക്കെ ആയിരുന്നു. ഇപ്പം ഇച്ചിരി 2 ആഴ്ചയായുള്ളൂ ഇച്ചിരി ഇതായിട്ട് തുടങ്ങിയിട്ട്. കൂലി കുറവ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സമരം എന്തിനായിരുന്നു? സമരം കൂലി കൂട്ടാനുള്ളതായിരുന്നു. പിന്നെ ഈ പ്രതിസന്ധി ഇതിങ്ങനെ അടിച്ചു വെച്ചാൽ അങ്ങനെ ഇരിക്കും, മുതലാളിമാർ ഇത് പൈസ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കാതെ ഇരിക്കും. അങ്ങനെയൊക്കെ വല്ല ഈ സഹായമൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാറുണ്ടോ? പഞ്ചായത്തിൽ നിന്നൊക്കെ? ഇല്ല, അറിയില്ല. അത് ഇപ്പോൾ സൊസൈറ്റിയിലെ അവർക്കില്ല. ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഈ വരുമാനം കൊണ്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല. ആണുങ്ങളും കൂടെ ഒക്കെ പണിയെടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ അല്ലേ ചെയ്യാൻ പറ്റും. നിലനിൽക്കണമെങ്കിൽ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തണം. തൊഴിലാളികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയും. പക്ഷേ ഇതിനു വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ ഇടപെടൽ നടത്തുവാനോ തദ്ദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത്. വൈവിധ്യമാർന്ന ചില പദ്ധതികളിലൂടെയാണ് ഈ പഞ്ചായത്ത് ശ്രദ്ധിക്കപ്പെടുന്നത്. കുട നിർമ്മാണം മുതൽ നീര ഉൽപാദനം വരെ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയേഷ് കുമാറാണ് കൂടെ. ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടല്ലോ പഞ്ചായത്തിൻ്റെതായിട്ട്. ഇതൊക്കെ എന്തൊക്കെയാണ്? ഇത് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ആരംഭിച്ച കരപ്പുറം കോട്ടൺ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന നാളികേര വികസന ബോർഡിൻ്റെ സഹായത്തോടെ ആരംഭിച്ച കമ്പനിയാണ്. ഈ ബ്ലോക്ക് ഏരിയയിലെ എല്ലാ വാർഡുകളിലും നാളികേര സംഘങ്ങൾ രൂപീകരിച്ച് ആ സംഘങ്ങളുടെ മോഡിൽ ഫെഡറേഷൻ രൂപീകരിച്ചാണ് കമ്പനി രൂപീകരിച്ചത്. ആ കമ്പനിയുടെ നേതൃത്വത്തിൽ ഇവിടെ നീര ചെത്തുന്നതിന് ലൈസൻസ് വാങ്ങി. അങ്ങനെ ചെത്തിയെടുക്കുന്ന നീര സംസ്കരിക്കുന്ന ആധുനികമായ പ്ലാന്റാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നീരയുടെ സോഫ്റ്റ് ഡ്രിങ്കായിട്ട് 3 തരം ബോട്ടിലുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടും. നീര സാധാരണഗതിയിൽ അത് ഫെർമെൻറ്റേറ്റ് ചെയ്യുന്ന സാധ്യതയുണ്ട്. എന്നാൽ ഫെർമെൻറ്റേഷൻ സാധ്യത കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇവിടെ ഈ ആധുനിക പ്ലാന്റ്. അങ്ങനെ ഇവിടെ കാണുന്ന ഈ 3 തരം 200, 300, 500 ഇങ്ങനെ 3 തരം ബോട്ടിലുണ്ടായിട്ട് സോഫ്റ്റ് ഡ്രിങ്കായിട്ട് നീര് കിടക്കുന്നുണ്ട്. അതോടൊപ്പം അല്പം pH കുറഞ്ഞ നീര് അത് ഞങ്ങൾ തേനാക്കും. ഇത് തേനാണ്, നീരയുടെ തേനാണ്. അതേപോലെ അല്പം കാൽസ്യം ആഡ് ചെയ്താൽ അതിനകത്ത് ചക്കര പാനി ഉണ്ടാക്കാം. ചക്കര ചേർക്കില്ല, ചക്കര ഉണ്ടാക്കുകയാണ്. നീരിൽ നിന്ന് ചക്കര ഉണ്ടാക്കുക. അപ്പം നീരിൽ നിന്നുള്ള തേനാണ്, നീരിൽ നിന്നുള്ള ചക്കരയാണ്. അതേപോലെ തന്നെ നീരിൽ നിന്നുള്ള വിനാഗിരി, ഇത് നീരിൽ നിന്നുള്ള വിനാഗിരിയാണ്. നീരിൽ നിന്ന് വിനാഗിരി, ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നല്ല നീരയുടെ ഈ തേൻ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചസാരയോ സാഗരനോ ഒന്നും ചേർക്കാതെ ഈ തേൻ ഉപയോഗിച്ച് നല്ല മധുരമുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കും. ചോക്ലേറ്റ്, തേൻ, ചക്കരപ്പാനി, അതുപോലെ തന്നെ വിനാഗിരി, ഇങ്ങനെ ഈ ഉൽപ്പന്നം നീരയിൽ നിന്ന് മാത്രമായിട്ടുണ്ടാക്കും. അപ്പോൾ നീര ഇന്ന് വളരെ പ്രസിദ്ധജാലത്ത് എത്തിയിരിക്കുകയാണ്. എത്രത്തോളം മാർക്കറ്റ് കിട്ടുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ? ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന മുഴുവൻ വിറ്റുപോകുന്നത്. കമ്പനിയുടെ നേരിട്ട് 15 ഔട്ട്ലെറ്റ് ആലപ്പുഴ ജില്ലയിലുണ്ട്. ആ ഔട്ട്ലെറ്റ് കൂടിയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നല്ല സ്വീകാര്യതയാണ്. ഒരു ശുദ്ധമായ പ്രകൃതിദത്തമായ ആരോഗ്യ പാനീയ നിലയിൽ നേരെ ഇന്ന് കേരളീയരെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്.
പഞ്ചായത്തിൻ്റെ നീര ഉൽപാദന കേന്ദ്രമാണ് ഇത്. ഇവിടെ ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് നിറയണമെങ്കിൽ എത്ര ഒഴിക്കണം? 2000-നകത്ത് കൊടുക്കും. 2000 ലിറ്റർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചെറുക്കാർ അത് തെങ്ങും പൂക്കളെ ചെറുത്തി ആൽക്കഹോളാവുകയില്ല. അതിന് മുമ്പ് തന്നെ ഇത് പാനിയാക്കി കൊണ്ടുവരും. നമ്മൾ സെലിബ്രിറ്റി ചെയ്ത് വിഷയത്തിൽ 2 വിഷയം. എത്ര സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ? ഇപ്പം ഞങ്ങൾ 5 പേര് നീരായിരുന്നു കാണും. കഴിഞ്ഞോ? ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഓൺ ചെയ്തിട്ടായിരുന്നു. മണക്കെപ്പോഴും വേണം. എത്ര ദിവസത്തെ പണിയുണ്ട് ഇതിങ്ങനെ നീരായിട്ട് എടുക്കാൻ? ചെത്തണം. ഒരു ദിവസം ചെത്തിക്കൊണ്ട് വരുക. ഇതിൽ സൂക്ഷിച്ചു വെച്ചാൽ കേടാവില്ല. ഈ തണുപ്പിനകത്ത് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിൽ. എന്നിട്ട് ഇതിന്ന് എടുത്തിട്ടാണ് പുറത്തേക്ക്? ഇത് മിഷ്യൻ വഴി ആ മിഷ്യത്തിന് അതുവഴി എടുക്കും അല്ലേ? നിങ്ങൾ കുടുംബശ്രീ പ്രവർത്തകരാണോ ഇവിടെ ജോലിക്ക് വരുന്നത്? അല്ല. അപ്പം എങ്ങനെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് ആളുകൾ? ഇത് ഈ കലപ്പുറത്തിൻ്റെ ഈ മീര കമ്പനിയിലേക്ക് ട്രെയിനിങ്ങിന് വിട്ട് അവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പാസ്സായി വന്ന് ഞങ്ങൾ ഇവിടെ കമ്പനിയിൽ എടുക്കുകയായിരുന്നു. നേരത്തെ വേറെ വല്ല ജോലിക്കും പോയിരുന്നോ അതോ? ഇല്ല, നാട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ സ്ഥിരമായിട്ട് കയറി. ഇതിപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ നിങ്ങൾ തന്നെ പിന്നെ കൊടുത്ത് വിടുമോ അതോ? മാരി എന്നൊരു കമ്പനിക്കാർ ഏറ്റാണ് അവരാണ് ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ജോലി ചെയ്യുന്നത് മാത്രമല്ല, സാറന്മാരത് നിങ്ങൾക്ക് നല്ല ഉപകാരം ഉണ്ടോ അതുകൊണ്ട്? നമ്മൾ 9 കുടുംബമാണ്. പെണ്ണുങ്ങൾ തന്നെ 9 പേര്, സൂപ്പർവൈസർമാർ ഇതൊക്കെ. ഞങ്ങൾക്ക് നല്ല ഇതാണ് ഈ കമ്പനിയായത്. പരിശീലനമൊക്കെ കിട്ടിയതാണോ? വാഴക്കുളത്ത് പോയി ട്രെയിനിങ് കിട്ടിയ അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടാണോ ഇത് തിരഞ്ഞെടുത്തത് അതോ? ഇതല്ല, മീരയുടെ ബൈ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ പഠിച്ചതാണ്. ഹണി, ജാഗരി, ചോക്ലേറ്റ്, പിന്നെ ഒത്തിരി ഇനങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഇത് 3 ഐറ്റംസാണ് മീരയുടെ ബൈ പ്രോഡക്റ്റ്. മീരയുടെ ബൈ പ്രോഡക്റ്റ് ആണ്. ബൈ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ പിന്നെ ഫില്ലിങ്ങിൽ ഹണി ചേർന്നുണ്ട്. മീരയുടെ തന്നെ ഹണിയാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. തേങ്ങയുണ്ട്. ഇതിന് ഒന്നിനെന്താ വില? പിന്നെ 5 രൂപ, 10 രൂപ. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് തന്നെ അതോ പുറത്തേക്ക് അയക്കോ? മാരാരി മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ സെയിൽ നടക്കുന്നത്. ശരി. നമ്മൾ മാരാരി മാർക്കറ്റിംഗ് കൊടുത്തിട്ട് അവരാണ് പുറത്തേക്ക്. അപ്പോൾ ദിവസം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര ഉണ്ടാക്കും? എത്ര മിഠായി? 500 കിലോയോ? അല്ലല്ല, 500. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇതുപോലുള്ള പഞ്ചായത്തുകൾ. ഇനി അടുത്ത ജില്ലയിലേക്ക്.